the mix, is the mon, is the mon, on, mix it. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു ആർക്കാമിൻ്റെ ഒരു പ്രോസസ്സറാണ്. എക്സാ 2 ഹോം സിനിമ പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. ആർക്കാമിൻ്റെ ആണ് ഐറ്റം. അതുപോലെ തന്നെ അതിൻ്റെ ഡോൾബി പ്രോലോജിക് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് മോഡലാണ്. ഇതിൻ്റെ കൂടെ തന്നെ ആംപ്ലിഫയറും വരുന്നുണ്ട്. സ്റ്റീരിയോ ആയിട്ട് നമുക്ക് ആംപ്ലിഫയർ ഔട്ട് കിട്ടുന്നതാണ്. സെൻട്രൽ ചാനലുണ്ട്, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. സ്റ്റീരിയോ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 5.1 പ്രീ ഔട്ട് പ്രൊസസ്സർ വരുന്നുണ്ട്. ഡോൾബിയുടെ പ്രൊസസ്സർ വരുന്നുണ്ട്. 5.1 പ്രീ ഔട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാൻ വരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ പവർ ബട്ടൺ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഒരു റിമോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് വീഡിയോ ഔട്ടും വെറും ആമ്പ് മാത്രമല്ല, വീഡിയോ ഔട്ടും നമുക്ക് ടി വിയിലേക്ക് അനലോഗ് ഔട്ട്പുട്ട് കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ കാണിക്കും. അതുപോലെ തന്നെ ബട്ടൺ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോ മോഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീരിയോ മോഡിലേക്കാവും. അതുപോലെ തന്നെ ഡോൾബി 3 സ്റ്റീരിയോ എന്നുള്ള ഡോൾബിയുടെ മുന്നത്തെ ഒരു ഓപ്ഷനാണ്. അത് സെൻറ്ററും 2 സറൗണ്ടും ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് 3 സ്റ്റീരിയോ എന്ന് പറയുന്നത്. അപ്പം അത് എനേബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആവും. അതുപോലെ തന്നെ പ്രോ ലോജിക്കിന് വേറൊരു ബട്ടൺ കൂടി ഇവിടെ വരുന്നുണ്ട് തൊട്ടടുത്തായിട്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്നത് വോളിയം കൺട്രോളാണ്. ഇത് പ്രസ് ബട്ടണിലാണ് ഇതിൻ്റെ വോളിയം കൺട്രോൾ വരുന്നത്. നോവല്ല, പ്രസ് ബട്ടണാണ്. ഇത് വോളിയം മൈനസ് ചെയ്യാനുള്ളതും ഇത് വോളിയം ഇൻക്രീസ് ചെയ്യാനുള്ളതാണ്. കൂട്ടാനും കുറക്കാനും വേണ്ടിയിട്ടുള്ള 2 ഓപ്ഷനാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഇൻപുട്ടുള്ള സ്വിച്ചാണ്. ഇത് ഓക്സ്, VCR, സാറ്റ്, LD, പിന്നെ ടാപ്പിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് ഉണ്ട് ടാപ്പിൻ്റെ ബട്ടൺ. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് DSP ഓപ്ഷൻസ് മാറ്റാനുള്ള ഇത് ആണ് ലൈറ്റാണ്. നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യും. ഹാള്, സിനിമ, കോൾ എന്നൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ ഓപ്ഷൻസ്. ഡോൾബിയുടെ ഒരു ലോഗോ ഇവിടെ കാണാം, പ്രോലോജിക്കിൻ്റെ. UK എന്നിട്ടൊരു സ്റ്റാമ്പിങ് കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ UK എന്നൊക്കെ പറഞ്ഞതിന് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി വരുന്നൊരു ആംപ്ലിഫയറാണ് ഇത്. എനിക്കൊന്ന് അറൗണ്ട് 50 വാട്ട്സ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് പെർ ചാനലിൽ. ആർക്കാമിൻ്റെ ആയിട്ട് ഇതിൻ്റെ നല്ലൊരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്കിതിൻ്റെ പുറകുവശത്തൊന്ന് കണ്ടോ. പുറകുവശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഇത്. ഫ്രണ്ട് കാണുമ്പോൾ നമുക്കൊരു ആംപ്ലിഫയർ ആയിട്ട് തോന്നില്ല, പുറകൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ പുറകുവശം വരുന്നത്. ഇവിടെ ഒരു ആയിട്ട് പവർ സോക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ ഔട്ട് എന്ന് പറഞ്ഞില്ല, ഇവിടെ സറൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 സറൗണ്ടാണ്, ലെഫ്റ്റ് റൈറ്റ്. പിന്നെ സെൻട്രൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ എന്തോ മൈനസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാനൽ വർക്കില്ല. അതെന്താണ്, എനേബിൾ ആക്കായിട്ടാണോ എന്താണെന്ന് അറിയില്ല. ഡോൾബിയുടെ ഓപ്ഷൻ റിമോട്ട് കിട്ടിയാൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഫംഗ്ഷൻ അത് മനസ്സിലാവുള്ളത്. പിന്നെ അതുപോലെ തന്നെ പുറകിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻസ് വരുന്നത്. ഇതാണ് മെയിൻ ഡോൾബി പ്രോലോജിക്കിൻ്റെ ഔട്ട്പുട്ട്. ഡീകോഡർ ഔട്ട്പുട്ട് വരുന്നത് ഇതാണ്. ഒന്ന് സറൗണ്ട്, 2 സറൗണ്ട്, സബ്, സെൻറ്റർ, ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, അങ്ങനെയായിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഒരു മോണിറ്റർ ഔട്ട് വരുന്നുണ്ട്. നമുക്ക് ടി വിയിലേക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് മോണിറ്റർ ഔട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഇൻപുട്ടുകളാണ് വരുന്നത്. ഓക്സിന് ഒരു വീഡിയോ ഔട്ട് ഇന്ന് വരുന്നുണ്ട്. ഓക്സ് വഴി നമുക്ക് വീഡിയോ ഇൻപുട്ട് ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കാവുന്നതാണ്, ടി വിയിലേക്ക് എടുക്കാവുന്നതാണ്. VCRനും അതേപോലെ തന്നെ ഉണ്ട്, സാറ്റിനും ഉണ്ട്, LDക്കും ഉണ്ട്. എല്ലാത്തിൻ്റെയും ഓഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഒന്നാമത്തെ ഓക്സിൻ്റെ ഇൻപുട്ടിൻ്റെ ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. രണ്ടാമത്തത് VCR, അതിൻ്റെ ഇന്നും ഉണ്ട്, ഔട്ടും വരുന്നുണ്ട് VCRന്. അതുപോലെ തന്നെ സാറ്റ് ഇൻപുട്ട് മാത്രമേ ഉള്ളൂ, LD ഇൻപുട്ട് മാത്രം. പിന്നെ ടാപ്പ് നമുക്ക് പ്ലേ ബാക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നും ഔട്ടും വരുന്നുണ്ട്. നമ്മൾ കാസറ്റ് ഡെക്കിൻ്റെ ഒക്കെ ഓപ്ഷൻസിലാണ് ഇത് വരുന്നത്. ഇന്നും ഔട്ടും ആയിട്ട് നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഇത് പ്രൊസസ്സറാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് 5.1 ഔട്ട്പുട്ട് ഞാൻ പറഞ്ഞില്ല. ഇതിവിടെ സബ് വൂഫർ അടക്കം 6 ഔട്ട്പുട്ട് വരുന്നുണ്ട്. ആ പ്രീ ഔട്ട് എടുത്തിട്ട് നമുക്ക്
വേറെ ഏതെങ്കിലും ആമ്പിൽ കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സറൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സറൗണ്ട് സ്പീക്കർ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ 5.1 ഏതെങ്കിലും ആംപ്ലിഫയറിലോ അല്ലെങ്കിൽ സ്റ്റീരിയോയിലോ അങ്ങനെ ആയിട്ടോ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഓപ്ഷനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒന്ന് ഓപ്പൺ ആക്കിയായിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് മാരക സെറ്റപ്പാണ്. ങ്ങളൊക്കെ ആയിട്ട് 2 ലെയർ 3 ലെയറൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ബോർഡുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ആംപ്ലിഫയർ സെക്ഷനൊക്കെ വലിയ ഹെവിയാണ്. ടോറോഡ് ട്രാൻസ്ഫോമറാണ് ഇതിന് വരുന്നത്, റൗണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമർ. അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റിയാണ്. ഞാൻ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഇന്നലെ രാത്രി ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ വിശേഷം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.